ശക്തമായ സൈന്യവും ആയുധങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരു രാജ്യമാണ് USA. ഏരിയ 51, പെന്റഗൺ തുടങ്ങി US പ്രതിരോധത്തിന്റെ പല കരുത്തുറ്റ കേന്ദ്രങ്ങളും ലോക പ്രശസ്തവുമാണ്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കുന്ന ഒരു വലിയ നിർമ്മിതി US-ലുണ്ട്. ഒരു വമ്പൻ ആണവ ബോംബ് സ്ഫോടനം സംഭവിച്ചാൽ പോലും ചെറുക്കാൻ പാകത്തിന് ഒരു ബങ്കർ കേന്ദ്രം US-ലുണ്ട്. ഗ്രാനൈറ്റ് പാറയിൽ ഏകദേശം 760 അടി താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ബങ്കർ US-ലെ ഏറ്റവും സുരക്ഷിതമായ സേനാ താവളങ്ങളിൽ ഒന്നാണ്. ആണവ, ജൈവായുധ, വൈദ്യുത, കാന്തിക രീതിയിലുള്ള ആക്രമണങ്ങൾ ചേർക്കാൻ ഇതിന് ശേഷിയുണ്ടത്രേ. അതായത് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭീഷണിക്കെതിരെ വിവിധ പ്രതിരോധ വിന്യാസങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ബങ്കർ കേന്ദ്രം നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. അക്കാലത്തെ US-ന് ഏറ്റവും കരുത്തുറ്റ ആണവ ബോംബായ MK-41 ഉൾപ്പെടെയുള്ള ആക്രമണം ചെറുക്കാൻ ഇതിന് ശേഷിയുണ്ട്. എന്നാൽ ഇക്കാലത്തെ ഏറ്റവും ശക്തമായ ആണവ ബോംബ് 50 മെഗാടൺ ശക്തിയുള്ളതുമായ റഷ്യയുടെ സാർ ബോംബെ ചേർക്കാൻ ഈ ബങ്കറിന് കഴിയുമോ എന്നത് സംശയകരം തന്നെയാണ്. ഏകദേശം 7 ലക്ഷം ടൺ ഗ്രാനൈറ്റ് ഇതിനായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. 1966 ഏപ്രിൽ 20-നാണ് ഈ ബങ്കർ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ലോക അവസാനത്തിന് വരെ കാരണമായേക്കാവുന്ന ദുരന്തങ്ങളെ നേരിടാനുള്ള മുൻകരുതൽ എന്ന നിലയിലാണത്രേ ഈ ബങ്കറിനെ US വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ ബങ്കറിനുള്ളിൽ വ്യത്യസ്തമായ സിവിലിയൻ, മിലിറ്ററി സംവിധാനങ്ങളുമുണ്ട്. വ്യോമ, ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങള്, ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും ഇതിലുണ്ട്. ഈ ബങ്കറിന്റെ പേരാണ് ചെയന്നെ മൗണ്ടൈൻ കോംപ്ലക്സ്. US-ലെ കൊളറാഡോയിലുള്ള ചെയന്നെ പർവ്വതത്തിന് സമീപത്തായിട്ടാണ് ഈ ബങ്കർ കേന്ദ്രം. കൊളറാഡോയിലെ കൊളറാഡോ സ്പ്രിങ്സിന്റെ തെക്കു പടിഞ്ഞാറൻ മൂലയിൽ ചെയൻ പർവ്വതത്തിനകത്ത് കാണുന്ന ഒരു ഭൂഗർഭ സൗകര്യമാണ് ഈ ചിയൻ മൗണ്ടൻ കോംപ്ലക്സ്. 2000 അടി, അതായത് ഏകദേശം 600 മീറ്റർ ഗ്രാനൈറ്റിന് താഴെയാണ് ഈ മൗണ്ടൻ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏകദേശം 6 തുരങ്കങ്ങളുണ്ട്. ഓരോ തുരങ്കത്തിനും 3 നിലകൾ ഉയരമുണ്ടത്രേ. ഇതിനകത്തേക്കുള്ള 2 പ്രധാന വാതിലുകൾ അതടയ്ക്കാൻ ഏകദേശം 45 സെക്കൻഡ് എടുക്കുമത്രേ. ഈ വാതിലുകൾക്ക് 3.5 അടി കനവും 20 ടണ്ണിലധികം ഭാരവുമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ഈ വാതിലുകൾ അടയ്ക്കുകയുള്ളൂ. ഇത് പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം 1 തവണ മാത്രമേ ഈ വാതിൽ അടച്ചിട്ടുള്ളൂ. എല്ലാ സൗകര്യങ്ങളും ഈ ഭൂഗർഭ അറയിലുണ്ട്. അതായത് വൈദ്യുതി, വെള്ളം, എയർ കണ്ടീഷനിങ്, പവർ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇതിനടുത്തിട്ട് നീരുറവോളം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 1.5 മില്യൺ ഗാലൻ ടാങ്ക് തീപിടുത്തമുണ്ടായാൽ പോലും അതിനാവശ്യത്തിനനുസരിച്ച് ഉള്ള വെള്ളം ഇതിൽ നിന്ന് ലഭിക്കുമത്രേ. അതുപോലെ തന്നെ മിസൈല്, അന്തരീക്ഷം, ബഹിരാകാശ മുന്നറിയിപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി കേന്ദ്രങ്ങൾ ഈ കോംപ്ലക്സിനകത്തുണ്ട്. ഇതിനകത്തൊരു എയർ ഓപ്പറേഷൻ സെന്ററുമുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം പ്രതിവർഷം 2.5 ദശലക്ഷത്തിലധികം വിമാനങ്ങൾ ഇവിടെ ഇരുന്ന് ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തെ മിസൈൽ മുന്നറിയിപ്പ് കേന്ദ്രം ലോകമെമ്പാടുമുള്ള മിസൈൽ വിക്ഷേപണങ്ങളെ തിരിച്ചറിയുകയും വടക്കൻ അമേരിക്കൻ മേഖലയ്ക്ക് അപകടകരമാണോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ഇതിനകത്തുള്ള ബഹിരാകാശ നിയന്ത്രണ കേന്ദ്രം ബഹിരാകാശത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും കണ്ടെത്തുകയും തിരിച്ചറിയുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ കമ്പൈൻഡ് കമാൻഡ് സെന്റർ, സംയോജിത ഇന്റലിജൻസ് വാച്ച് സെന്റർ, ദേശീയ മുന്നറിയിപ്പ് സൗകര്യം, സ്പേസ് ആൻഡ് വാർണിംഗ് സിസ്റ്റം സെന്റർ, കാലാവസ്ഥാ സഹായ കേന്ദ്രം എന്നിവയുമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ചെയൻ മൗണ്ടൻ കോംപ്ലക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.